ഓൾട്ടർ ടേബിൾ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഒരു സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുക. ഒന്നാമത്തെ കാര്യമാണ് എങ്ങനെ നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേബിളിലേക്ക് പുതിയൊരു കോളത്തിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ആഡിങ് എ ന്യൂ കോളം, എങ്ങനെ ഒരു കോളത്തിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓൾട്ടർ ടേബിൾ നെയിം, ആഡ് കോളം നെയിം, ഡാറ്റ ടൈപ്പ്, സൈസ്, കൺസ്ട്രെയിൻറ്റ്, ഫസ്റ്റ് ഓർ ആഫ്റ്റർ കോളം നെയിം, സെമിക്കോളൻ. നമുക്ക് സിംപ്ലി നമുക്ക് എഴുതാം ഓൾട്ടർ ടേബിൾ നെയിം. ഏത് ടേബിളിനെയാണ് നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടത്, മോഡിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾട്ടർ ടേബിൾ, ആ ടേബിളിൻ്റെ പേര് അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ കോളം ആഡ് ചെയ്യാൻ പോലെ, അപ്പോൾ ആഡ് എന്ന് പറയുന്ന കീവേഡ് നമുക്ക് യൂസ് ചെയ്യണം. അപ്ഡേറ്റിൽ സെറ്റ് യൂസ് ചെയ്ത പോലെ ഇവിടെ പുതിയൊരു കോളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് കോളം നെയിം, അതായത് പുതിയ കോളം നെയിം ഏതാണോ ആ കോളം നെയിം കൊടുക്കുക. ആഡ് പുതിയ കോളം നെയിം കൊടുക്കുക. അതിന് ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് കൊടുക്കുക. കൺസ്ട്രെയിൻറ്റ് ഉണ്ടെങ്കിൽ കൺസ്ട്രെയിൻ കൊടുക്കുക. ഡാറ്റ ടൈപ്പ് കൺസ്ട്രെയിൻ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ആഡ് പുതിയ കോളം നെയിം കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, കൺസ്ട്രെയിൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പുതിയൊരു കോളം നമ്മൾ ആഡ് ചെയ്യല്ലേ, ആ കോളം ടേബിളിൻ്റെ എവിടെ വരണം എന്ന് പറയണ്ടേ. വെറുതെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. തുടക്കം വരണോ അതോ ഏറ്റവും ലാസ്റ്റ് വരണോ, ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ ഇടയിൽ വരണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓർ ആഫ്റ്റർ വയ്ക്കുക. ഫസ്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ, ഏത് കോളത്തിൻ്റെ ആണോ ആ കോളം നെയിം വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർ ആഫ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളം നെയിം എന്നാണ് എഴുതുന്നതെങ്കിൽ ടേബിളിൻ്റെ ഫസ്റ്റിലായിരിക്കും നമ്മുടെ പുതിയ ആഡ് ചെയ്യാൻ പോകുന്ന കോളം വരിക. ഇനി ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോളം നെയിം നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ കൊടുത്തിട്ടുള്ള കോളത്തിൻ്റെ ആഫ്റ്റർ കോളം നെയിമാണ് വയ്ക്കുന്നതെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോളം കഴിഞ്ഞിട്ടായിരിക്കും പുതിയ കോളം വരുന്നത്. ഇനി ഫസ്റ്റും ആഫ്റ്ററും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റും ആഫ്റ്ററും വെച്ചില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഏറ്റവും ലാസ്റ്റിലായിരിക്കും പുതിയ കോളം ആഡായിട്ട് വരിക. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പറയുന്നുണ്ട് ലെറ്റസ് ആഡ് 2 columns GRMKS, അതായത് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് GRMKS എന്ന് പറയുന്ന ഒരു കോളം, ആൻഡ് REGNO in the table student to hold the grace mark awarded to the students and their register number for the higher secondary examinations respectively. എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിൽ ഓൾറെഡി